first question. 1 by 2 into 5 plus 1 by 5 into 8 plus etc. plus 1 by 3n minus 1 into 3n plus 2 equal to n by 6n plus 4. Okay, first നമുക്ക് എന്തെടുക്കാം? P of 1 എടുക്കാം. P of 1. nth termന് 1. That is 1 by 3 into, ഇനി നിങ്ങൾ കുറേ നമ്മൾ പ്രോബ്ലം ചെയ്തില്ലേ? ഇനി ഒന്ന് നോക്കിയേ. 3 into 1, 3. So 3 minus 1 into 3 into 1, 3. 3 plus 2 equal to 1 by 6 into 1, 6 plus 4. That is 1 by 2 into 5 equal to 1 by 10, which implies 2 into 5, 10. So 1 by 10 equal to 1 by 10. So we can write P of n is true for n equal to 1. Second condition എന്തായിരുന്നു? Yes, P of k. So നമുക്ക് second one എടുക്കാം. Assume P of k is true. P of k എന്ത് എഴുതണം? n ന്റെ പ്ലേസിൽ നമ്മൾ ആരെ കൊടുക്കണം? k കൊടുക്കണം. So 1 by 2 into 5 plus 1 by 5 into 8 plus etc. plus 1 by 3k minus 1 into 3k plus 2 equal to k by 6k plus 4. അതായത് n ന്റെ പ്ലേസിൽ നമ്മൾ ആരെ കൊടുത്തു? k കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? തേർഡ് സ്റ്റെപ്പ്. യെസ്, വി ഹാഡ് ടു പ്രൂവ്. തൽക്കാലം ഇവിടെ എഴുതുന്നുണ്ട്. പ്രൂവ് ദാറ്റ് P of k plus 1 is true. ഇത്രയും ഓക്കെ ആണല്ലോ. സോ 1 നമ്മൾ കൊടുത്തു, ചെക്ക് ചെയ്തു, അത് ട്രൂ ആണെന്ന്. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി പ്രൂവ് ചെയ്യണം P of k plus 1 is true. P of k plus 1 എടുക്കാണ്. P of k plus 1, 1 by 2 into 5 plus 1 by 5 into 8 plus etc. plus k തരം 1 by, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നോട്ട്, 3k minus 1 into 3k plus 2. 1 by 3 into k plus 1 minus 1 ബ്രാക്കറ്റിൽ ഇത്രയും സാധനങ്ങൾ ബ്രാക്കറ്റിലിടും. 3 into k plus 1 plus 2. സോ ഇവിടെ മുതൽ ഇവിടെ kth ടേമിന്റെ ആൻസർ എന്തായിരുന്നു? യെസ്, k by 6k plus 4 plus 1 by, എക്സ്പാൻഡ് ചെയ്തൂടെ നമുക്കിത്? എന്ത് വരും? യെസ്, 3k plus 3 minus 1 into, ഇവിടെ എന്ത് വരും? 3k plus 3 plus 2. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ എഴുതാണ്. 6k by 6k plus 4 plus, ഇത് സോൾവ് ചെയ്യാം നമുക്ക്. 1 by 3k plus 2, 3 minus 1, 2 into 3k plus 5. ഡൗട്ട് ഇല്ലല്ലോ? 3k, 3 minus 1, 2 ആണ്. 3 plus 2, 5 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് നോക്കിയേ. ഇവിടെ 3k plus 2, 3k plus 5. ഇവിടെ മാത്രം 6k plus 4. നമുക്ക് ഇതിനെ 3k plus സംതിങ് എഴുതാൻ പറ്റുമോ? ഇവിടെ 6k 3k ആയിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ ഞാൻ ആരെ ഔട്ട്സൈഡ് എടുക്കണം? 6ന്റെയും 4ന്റെയും കോമൺ ഫാക്ടർ ഏതാണ്? പൊതുഘടകം. 6ന്ന് 4ന്ന് എന്താണ് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റിയ നമ്പർ ഏതാണ്? 2 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? k by, ഞാൻ 2 ഔട്ട്സൈഡ് എടുക്കണം. ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡിവൈഡ് ചെയ്യാം. 6k by 2, that is 3k. 4 by 2, 2 plus 1 by 3k plus 2 into 3k plus 5. ഇനി എന്ത് ചെയ്യണം? യെസ്, LCM എടുക്കാം. LCM എടുക്കാൻ നിങ്ങൾക്കറിയാം. ആരൊക്കെ വരും? 2 വരും, 3k plus 2 വരും, പിന്നെ 3k plus 5.
ഫസ്റ്റത്തെ ആളെ എഴുതി കെ എഴുതി. ആരാ മിസ്സിങ്? 2 ഉണ്ട്, 2 ഉണ്ട്, 3k plus 2 ഉണ്ട്, ഇതില്ല. സോ 3k plus 5 plus, okay, denominators ആരാ മിസ്സിങ്? 2 ആണ്. സോ plus 2. ഇനി എന്ത് ചെയ്യണം? യെസ്, എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3k square plus 5k plus 2 divided by എന്ത് വരും? 2 into 3k plus 2 into 3k plus 5. ഞാൻ ഇതൊന്ന് വായിച്ചിട്ട് ഞാൻ മേലെ എഴുതുവാണ്. ഞാനിപ്പോൾ നേരത്തെ എഴുതിയതിനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാലോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കിയാൽ ഒന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്യാൻസൽ ചെയ്യാണ്ട് ഇവിടത്തേക്ക് എത്തുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയാൽ ഞാൻ ചെയ്യാൻ പോണത് ഈ 5k ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ആരുടെ ബേസിൽ? ഫസ്റ്റ് നമ്പർ ഇവിടെ 3 ആണ്. സോ 5നെ ഞാൻ 3 plus 2 എന്ന് എഴുതുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? 3k square plus 5k പകരം യെസ് 3k plus 2k. ഇതാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. ഇത് സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് 2 divided by 2 into 3k plus 2 into 3k plus 5. ഇനി നോക്കിക്കേ, ഇത് രണ്ടും ഇത് രണ്ടും, ഇതിന് രണ്ടും നമുക്ക് പേഴ്സ് ആയിട്ട് എടുക്കാം. ഇതിൽ നിന്ന് കോമൺ ആരെ ഔട്ട് സൈഡ് എടുക്കാം? 3k square 3k. മിനിമം ആരെ എടുക്കാം? 3 ന്ന് 3 എടുക്കാം. 2k ഉണ്ട്, 1k ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1k ഔട്ട് സൈഡ് എടുക്കാം. നോക്കിക്കേ, 3k square 3 into k into k ആണ്. അതിൽ ഒരു 3k പുറത്തേക്ക് വന്നു. ബാക്കി ആരാ ഉള്ളത്? k പ്ലസ് 3k by 3k കാര്യം ദാറ്റ്സ് ഈക്വൽ ടു 1. ഇവിടെ ആരെ എടുക്കാം? 2k 2 ഉണ്ട്. സോ ഞാൻ 2 പുറത്തെടുത്തു. 2 വന്നു കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? 2k ന്ന് 2 വന്നു. ബാക്കി ആരാ? k പ്ലസ് 2 ന്ന് 2 വന്നു. ബാക്കി ആരാണ്? 1 divided by 2 into 3k plus 2 into 3k plus 5. ഇനി എന്ത് ചെയ്യണം? നോക്കിക്കേ, ന്യൂമറേറ്റർ എത്ര ടേംസ് ഉണ്ട്? ഒരു ടേം, രണ്ട് ടേം. ആ രണ്ട് ടേമിലും ആരാ കോമൺ ആയിട്ടുള്ളത്? k plus 1. സോ k plus 1 ഔട്ട് സൈഡ് എടുക്കാം. ഇൻറ്റു ബാക്കി ആരുണ്ട്? k plus 1 വന്നു കഴിഞ്ഞാൽ ഈ k plus 1 ഇങ്ങോട്ട് ബാക്കി ആരുള്ളത്? 3k പ്ലസ് k plus 1 അങ്ങോട്ട് ബാക്കി ആരുള്ളത്? ഇവിടെ 2 divided by 2 into 3k plus 2 into 3k plus 5. 3k plus 2 3k plus 2 എന്തായി? ക്യാൻസൽ ആയി. That's equal to k plus 1 by 2 into 3k plus 5. എക്സ്പാൻഡ് ചെയ്യാതെ ഇതിനെ നമുക്ക്, that is k plus 1 by 6k plus 10. ഇവിടെ കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് എഴുതാം? യെസ്, 10നെ സ്പ്ലിറ്റ് ചെയ്യാം 6ഉം 4ഉം. ഇത് പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് അങ്ങ് എഴുതിയാൽ മതി. That's equal to k plus 1 by 6k plus 6 plus 4. ഇനി എന്താണ്? 6 ഔട്ട് സൈഡ് എടുക്കുന്നത്. That is k plus 1 by 6 into k plus 1 plus 4. So LHS equal to RHS. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? P of n-ന് ട്രൂ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. 1 by 1 into 2 into 3 plus 1 by 2 into 3 into 4 plus etc plus 1 by n into n plus 1 into n plus 2 equal to n into n plus 3 by 4 into n plus 1 into n plus 2. ഫസ്റ്റ് ഞാൻ P of 1 എടുക്കുകയാണ്. P of 1 എന്താണ്? 1 by 1 into 1 plus 1 2 1 plus 2 3 equal to 1 into 1 plus 3 4 divided by 4 into 1 plus 1 2 1 plus 2 3 1 by 6 equal to 4 by 4 into 6.
4 cancel ആക്കാം. That's equal to 1 by 6 equal to 1 by 6. So P of n is 2 for n equal to 1. അടുത്ത എന്തെടുക്കണം? P of k. നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. Assume P of k is 2. P of k എന്ന് വെച്ചാൽ 1 by 1 into 2 into 3 plus 1 by 2 into 3 into 4 plus etc. plus 1 by k into k plus 1 into k plus 2. That's equal to k into k plus 3 divided by 4 into k plus 1 into k plus 2. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. Third step. So P of k plus 1 എടുക്കാം. 1 by 1 into 2 into 3 plus 1 by 2 into 3 into 4 plus etc. plus k 1 by k into k plus 1 into k plus 2 plus k ഇനിയാണ് k plus 1 1 by k യുടെ പ്ലേസിൽ k plus 1. അങ്ങനെയെങ്കിൽ k plus 1 പ്ലേസിൽ k യുടെ പ്ലേസിൽ k plus 1 k plus 1 k plus 2 k plus 3 അങ്ങനെയാണ് കണ്ടിന്യൂസ് ടേംസ് വരുന്നത്, കോൺസിക്യൂട്ടീവ് ടേംസ് വരുന്നത്. സോ k യുടെ പ്ലേസിൽ k plus 1. അപ്പോൾ k plus 1 പ്ലേസിൽ ആര് വരും? യെസ് k plus 2. k plus 2 യുടെ പ്ലേസിൽ ആര് വരും? k plus 3. ഇതാണ് എന്ത് പറയുന്നത്? P of k plus 1 എന്ന് വെച്ചാൽ. നോക്കാം നമുക്ക്. P of k ഇത്ര വരെയാണ്. അതെന്ത് കൊടുക്കാം? നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. That is k into k plus 3 whole divided by 4 into k plus 1 into k plus 2 plus k plus 1 to the 1 by k plus 1 into k plus 2 into k plus 3. ഇതെവിടെ എത്തേണ്ടത് ലാസ്റ്റ് ചെയ്തിട്ട് അതുകൂടി നമ്മൾ എഴുതണ്ടേ? സോ എത്തേണ്ട പാർട്ട് ഞാനിവിടെ എഴുതാണ്. k plus 1 ആണ്. സോ k plus 1 into k plus 1 plus 3 divided by 4 into k plus 1 plus 1 into k plus 1 plus 2. That is k plus 1 into k plus 4 divided by 4 into k plus 2 into k plus 3. അപ്പോൾ ഇവിടത്തേക്കാണ്, ഈ ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് മേലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. നേരത്തെ സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് മേലെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താ വേണ്ടി വരുമ്പോൾ ഇവിടെ. യെസ്, LCM എടുക്കണം. സോ 4 into k plus 1 into k plus 1 എടുത്തു, k plus 2 എടുത്തു, k plus 1 ഇവിടെ റിപ്പീറ്റ് വേണ്ട, k plus 2 എടുത്തു, k plus 3. ഇവിടെ ന്യൂമറേറ്ററിലുള്ള ആൾക്കാരെ ഞാനൊന്ന് എഴുതി. k into k plus 3 എന്താണ്? k square plus 3k ആണ്. അങ്ങനെ എഴുതാലോ. k into k plus 3 നമുക്ക് എക്സ്പാൻഡ് ചെയ്ത്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ആരാ മിസ്സിംഗ്? 4 ഉണ്ട്, k plus 1 k plus 1 ആരാ മിസ്സിംഗ്? k plus 3. സോ ഇതിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? k plus 3. ഓൾറെഡി ഉള്ള ആളെ അവിടെ എഴുതി, ആരാണോ മിസ്സിംഗ് അയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് നോക്കിക്കേ, k plus 1 k plus 2 k plus 3 ആരാ മിസ്സിംഗ്? 4 ആണ്. ഇനി ഇത് എന്ത് വേണം? മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ടാവും. k square into k cube plus k square into 3k square, 3k into k, that is 3k square, plus 3k into 3, that is 9, plus 4 whole divided by 4 into k plus 1 into k plus 2 into k plus 3. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒന്നുകൂടി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു k cube plus 3k square plus 3k square 6k square plus 9 plus 4 divided by 4 into k plus 1 into k plus 2 into k plus 3.
നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കെ പ്ലസ് വൺ ഡിനോമിനേറ്റർ 4 ഉണ്ട്, കെ പ്ലസ് 1, കെ പ്ലസ് 2, കെ പ്ലസ് 2. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ടേം പോലും മേലില്ല, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. നോക്കിക്കേ, ഇവിടെ കെ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? 1 കെ ക്യൂബ് ആണ്. സോ ഞാൻ ഈ 6k² സ്പ്ലിറ്റ് ചെയ്യാണ്. 1 + 5 ആക്കുവാണ്. കാരണം ഇവിടെ 1 ആയതുകൊണ്ട് 1 + 1. ഇനി അടുത്ത നമ്പർ എന്താ? 9. 9 സ്പ്ലിറ്റ്. ഇവിടെ 5 ആണെങ്കിൽ അടുത്ത നമ്പർ ലിസ്റ്റ് തുടങ്ങാം. 5 5 എത്ര ചേർത്തല്ല 9? യെസ്, 5 + 4. ഇതിന് മാറ്റമില്ല. ഓക്കെ, ഇനി അതിനെ ഞാൻ എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു k³ + 1 ആണ്. സോ 1k² + 5k² + 9. ദാറ്റ് ഈസ് 9k ഉണ്ട് ഇവിടെ. സോറി, ഇവിടെ ഒക്കെ 9k ഉണ്ട്. സോ ഓക്കെ, 5k + 4k + 4 divided by 4 into k + 1 into k + 2 into k + 3. നോക്കിക്കേ, k³ അതേപോലെ തന്നെ 6k = 1 + 5. സോ 1k² + 5k². 9k 5 + 1 5k 4k. ഇനി നോക്കിക്കേ നിങ്ങൾക്ക്, ഇത് നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കിയാൽ ഞാൻ കോമൺ വൺ ഔട്ട് സൈഡ് എടുക്കുവാണ്. k³ k² മിനിമം k² പുറത്തെടുക്കാം. ഇവിടെ 3 കേസ് ഉണ്ട്, ഇവിടെ 2 കേസ്. അതിൽ 3 കേസിന് 2 എണ്ണം പുറത്തു പോയി. അപ്പോൾ ഉള്ളിൽ ആരുണ്ടാവും? ഒരാൾ. സോ k പ്ലസ് k² എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഇവിടെ നോക്കിയാൽ 5 5 5 എടുത്തു. k² k ആണ്. 2 k ഉണ്ട്, 1 k ഉണ്ട്. അപ്പൊ മിനിമം ആരെ എടുക്കാം? ഒരാളെ പുറത്തെടുക്കാം. 5k². 5k² 5 into k into k. അതിൽ ഒരാൾ പുറത്തുനിന്ന്, ബാക്കി ആരാണ്? 1 k പ്ലസ് 5k / 5k 1. ഇവിടെ ആരുണ്ട്? 4. k ഉണ്ടോ? ഇല്ല. ഡിവൈഡഡ് ബൈ 4 into k + 1 into k + 2 into k + 3. ഓക്കെ, ഇത് ഞാനൊന്ന് നോക്കിക്കേ. ഇനി ഈ ന്യൂമറേറ്റേഴ്സിൽ ആരെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം? എല്ലാ ടേംസിലും k + 1 ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് k + 1. ബാക്കി ആരൊക്കെയുള്ളത്? യെസ്, k² + 5k + 4 ഡിവൈഡഡ് ബൈ, അതായത് k + 1 ഓർത്തു, ബാക്കി k². ഈ k + 1 പോയാൽ ബാക്കി 5k. ഈ k + 1 പോയി കഴിഞ്ഞാൽ ബാക്കി 4. 4 into k + 2 into k + 3. k + 1 k + 1 എന്തായി? ക്യാൻസൽ ആയി. ഇനി അതായത് ഏകദേശം നമുക്ക് ഡിനോമിനേറ്റർ എന്ത് കിട്ടി? 4 into k + 2 into k + 3. നോക്കിക്കേ, 4 into k + 2 into k + 3. ന്യൂമറേറ്റർ k + 1 into k + 4 ആണ്. ഓക്കെ, k² + 5k + 4 ആണ്. അതിനെ k + 1 into k + 4 എന്ന് പറഞ്ഞൂടെ? 5k എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? യെസ്, 1 + 4 എന്ന് എടുക്കാം. വേണമെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ റൈറ്റ്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി, ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. മൾട്ടിപ്ലൈ ചെയ്താൽ 4ഉം ആഡ് ചെയ്താൽ 5ഉം കിട്ടുന്ന നമ്പേഴ്സ്. മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് 4ഉം സം 5ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 1ഉം ആണല്ലോ. സോ ഇതിന് എന്ത് എഴുതാം? k + 4 into k + 1 or k + 1 into k + 4 എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ, a + ar + ar² + etc. plus ar raised to n - 1 equal to a into r raised to n - 1 by r - 1. ഓക്കെ, ഫസ്റ്റ് ഞാൻ p of 1 എടുക്കുവാണ്. p of 1 ar raised to 1 - 1 equal to a into r raised to 1 - 1 by r - 1. a into r raised to 0 equal to a into r - 1 by r - 1. r raised to 0, any number raised to 0 equal to 1. So r raised to 0 എന്ന് വെച്ചാൽ 1. a into 1 equal to a. ഇത് എന്താവും? ക്യാൻസൽ ആണ്. So a equal to a.
പി ഓഫ് എന്നിന് എന്താണ് ട്രൂ ആണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, അസ്യൂം ചെയ്യാണ് പി ഓഫ് കെ ട്രൂ ആണ്. പി ഓഫ് കെ എന്ന് വെച്ചാൽ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു കെ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു കെ മൈനസ് 1 ബൈ ആർ മൈനസ് 1. അതായത് പി ഓഫ് കെ അസ്യൂം ചെയ്ത് ട്രൂ ആണ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, യെസ് പി ഓഫ് കെ പ്ലസ് 1. സോ പി ഓഫ് കെ പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ തെട്ട് എ ആർ റേസ് ടു കെ മൈനസ് 1 പ്ലസ് കെ മൈനസ് 1 കഴിഞ്ഞാൽ അടുത്ത ടേം എന്തായിരിക്കും, യെസ് കെ ഇങ്ങനെ വരിക കെ മൈനസ് 1 കെ കെ പ്ലസ് 1 കെ പ്ലസ് 2 എക്സെട്ര കെ മൈനസ് 2 ഇങ്ങനെയാണ് ടേംസ് വരിക. സോ ഇവിടെ കെ മൈനസ് 1 ആണ്. സോ അടുത്തത് എന്താണ് കെ, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കെ പ്ലസ് 1, അതിൻ്റെ ആവശ്യമില്ല. സോ എ ഇൻറ്റു ആർ റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ബൈ ആർ മൈനസ് 1. ഇനി എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതുക. എന്താണ് കെ മൈനസ് 1, കെ മൈനസ് 1 ഇട്ടിട്ട് കെയുടെ അടുത്ത് കെ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ കെ പ്ലസ് 1 മൈനസ് 1 പ്ലസും മൈനസും ക്യാൻസൽ ആയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് എഴുതി എ ആർ റേസ് ടു കെ മൈനസ് 1 ആണ്. സോ കെ മൈനസ് 1 അടുത്ത ടേം എന്തായിരിക്കും, ദാറ്റ് ഈസ് കെ പ്ലസ് 1. ഓക്കെ, ഞാൻ ഇതിനെ റബ് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഇൻറ്റു ആർ റേസ് ടു കെ മൈനസ് 1 ബൈ ആർ മൈനസ് 1 പ്ലസ് എ ആർ റേസ് ടു കെ ഈക്വൽ ടു, ഇതാണ് നമ്മൾ എത്തിക്കേണ്ടത്, അതവിടെ തന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈനലായിട്ട് എത്തി. എൽസിയം എടുക്കാലോ. യെസ്, എ ഇൻറ്റു ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് എ ആർ റേസ് ടു കെ മൈനസ് എ പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ഇത് എൽസിയം എടുക്കണം ആർ മൈനസ് 1 ഇൻറ്റു എ ആർ റേസ് ടു കെ ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. അടുത്തത് എന്ത് വരും, എ ആർ റേസ് ടു കെ മൈനസ് എ പ്ലസ് ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് 1നെ കൊണ്ട് ബ്രാക്കറ്റിനുള്ളിൽ ഓരോ മൾട്ടിപ്ലൈ ചെയ്യണം. എ ആർ റേസ് ടു കെ ഇൻറ്റു ആർ, സോ എ ആർ റേസ് ടു കെ ഇൻറ്റു ആർ മൈനസ് എ ആർ റേസ് ടു കെ ഇൻറ്റു 1 divided by r minus 1. That is a r raised to k minus a plus r എന്ന് വെച്ചാൽ r raised to 1 ആണ്. So a into r raised to k into r raised to 1. That is equal to a raised to m into a raised to m, a raised to m plus n. So r raised to k plus 1 minus into 1 എന്ന് വെച്ചാൽ അത് തന്നെ a r raised to k. Okay. ഒരേ നമ്പർ പ്ലസിലും മൈനസിലും വന്നാൽ എന്താവും, ക്യാൻസൽ ആയിപ്പോ. ഇനി ബാക്കിയുള്ളത് ഫസ്റ്റ് ഞാൻ പോസിറ്റീവ് നമ്പർ എടുക്കുകയാണ്. എ ആർ റേസ് ടു കെ പ്ലസ് 1 മൈനസ് എ ബൈ ആർ മൈനസ് 1. ഇവിടെ 4 ഔട്ട് സൈഡ് എടുക്കാം, എ ഔട്ട് സൈഡ് എടുക്കാം. സോ എനെ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ആർ റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇത് തന്നെയല്ലേ നമുക്ക് എത്തിക്കേണ്ടതും ആണ്. So we can write P of k plus 1 is true. Therefore P of 1 is true for all n in n.